എന്നെപ്പോലൊരു പാവം പയ്യനെ വെറുതെ മീന് വിവാഹം കഴിച്ച് ആ ചെക്കൻ്റെ ജീവിതം കൂടി തുലച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ പെങ്ങൾക്ക് ഈ വിവാഹ ജീവിതമൊന്നും നടപ്പുള്ള കാര്യമല്ല ഏട്ടാ. എനിക്ക് സത്യം പറഞ്ഞ ഒരു സംശയമുള്ളത് അവളുടെ ആദ്യ വിവാഹം ഇനി അവളുടെ കുറ്റം കൊണ്ട് തന്നെ ഒഴിവായി പോയതാണോ എന്നാണ്. ഇവനെപ്പോലൊരു പാവം പയ്യനെ കിട്ടിയിട്ട് ഇവൾ ഈ സ്വഭാവമാണ് കാണിക്കുന്നെങ്കിൽ പിന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഏട്ടാ. ആദ്യ വിവാഹം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതാണ് അവൾ ആദ്യ വിവാഹത്തെക്കുറിച്ചൊന്നും നമ്മളോട് പറയാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഏട്ടാ. എന്തായിരിക്കും ശരിക്കും അവളുടെ പ്രശ്നം? ആ, എന്ത് പ്രശ്നം? നമ്മളൊക്കെ കൊഞ്ചിച്ച് വഷളാക്കി, എനിക്ക് അത്രേ പറയാനുള്ളൂ. അത്രയും ലാളനയും കൊഞ്ചലായിരുന്നല്ലോ നമ്മളൊക്കെ അവൾക്ക് കൊടുത്തത്. അതാ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് തോന്നുന്നു. നമ്മുടെ പെങ്ങളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണക്കാരൻ നമ്മൾ തന്നെ ഏട്ടാ, അതിലൊരു സംശയമില്ല. നമ്മളിപ്പോഴും അവൾ പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അവൾ എന്ത് വേണമെന്ന് വാശി പിടിച്ചാൽ ഇപ്പോഴും ഏട്ടാ ശരിയാക്കി കൊടുക്കില്ലേ? ആ, അങ്ങനെ നമ്മൾ തന്നെ വളർത്തി വളർത്തി അവളെ വഷളാക്കി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഓർക്കുമ്പോൾ എനിക്കും സങ്കടമുണ്ട്. അമ്മയും ഈ ഒരു വേദന എന്നോട് പറഞ്ഞു. അവനെപ്പോലൊരു പയ്യനെ കിട്ടിയിട്ടും മീനു എന്താ അങ്ങനെ ചെയ്യുന്നേ എന്നൊരു ചോദ്യം. ജയ്യെക്കുറിച്ചും അമ്മയ്ക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നീ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് അമ്മയും അവനെക്കുറിച്ച് പറയുമ്പോൾ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി എല്ലാവർക്കിടയിലും അവൻ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. 6 മാസം കൊണ്ട് അവൻ വീട്ടിലെ സ്വന്തം ആളായി മാറിയ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു പാവം പയ്യനായിട്ടാ. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെയൊന്നുമില്ല. അവൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും, എല്ലാം അങ്ങനെയൊരു സ്വഭാവം. എന്നാൽ ഈ ഭാഗം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.